ഒടുവിൽ മധുവിന് നീതി. അട്ടപ്പാടി മധു വധക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി 2 പേരെ വെറുതെ വിട്ടു. നരഹത്യാ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പുകളും കുറ്റക്കാർക്കെതിരെ കോടതി ചുമത്തി. എന്നാൽ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കില്ല എന്നും കോടതി കണ്ടെത്തി. കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 11 പ്രതികളെ വെറുതെ വിട്ടത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. മണ്ണാർക്കാട്ടെ SC/ST കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഓരോ പ്രതിക്കും ഓരോ ശിക്ഷാ പ്രസ്താവം എന്നായിരുന്നു പുറത്തിറങ്ങിയ ശേഷം പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ പറഞ്ഞത്. 2 പേരെ വെറുതെ വിട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ച ശിക്ഷയിൽ നിന്ന് അതിൽ തൃപ്തമല്ലാത്ത ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുകയുണ്ടായോ? വിധി പ്രസ്താവത്തിന്റെ ആകെ ചുരുക്കം എങ്ങനെയാണ്? അപർണ, ഇതിൽ പ്രതികൾക്കെതിരെ, അതായത് 16 പ്രതികളിൽ 14 പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. 4-ാം പ്രതിയായ അനീഷ്, 11-ാം പ്രതിയായ അബ്ദുൽ കരീം എന്നിവരെ കോടതി വെറുതെ വിട്ടു. 16-ാം പ്രതി മുനീറിനെതിരെ 3 മാസത്തെ തടവ് ആണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കെതിരെ എല്ലാം, അതായത് പ്രോസിക്യൂഷന്റെ വാദം കൊലപാതക കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകളും SC/ST അട്രോസിറ്റി വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റവുമായിരുന്നു. പക്ഷേ കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. മനഃപൂർവ്വമുള്ള നരഹത്യ ആണ് കോടതി ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി ഹുസൈൻ, 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദീഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവർക്കെതിരെയാണ് മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റം ചുമത്തിയിട്ടുള്ളത്. 15-ാം പ്രതി മുനീറും ഇതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാളെയാണ് കോടതി ഇതിൽ വിധി പറയുക. എന്തായാലും തുടക്കത്തിൽ ഓരോ പ്രതികളുടെയും 1 മുതൽ 16 വരെയുള്ള പ്രതികളിൽ ആദ്യം അനീഷിനെയും 4-ാം പ്രതിയെയും അബ്ദുൽ കരീമിനെയും മാറ്റി നിർത്തുകയും മറ്റ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് അനീഷിനെയും അബ്ദുൽ കരീമിനെയും കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ പ്രതീക്ഷിത തലത്തിൽ തന്നെ, അതായത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നത്. മധുവിന്റെ കുടുംബവും അങ്ങനെ തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്താത്തതിൽ ഉള്ള നിരാശയുണ്ടെങ്കിൽ പോലും ഈ 14 പ്രതികളെയും കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന്റെ തൃപ്തി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ മറ്റ് പ്രതികൾ കൂടി ശിക്ഷ നൽകേണ്ടതുണ്ട്. അതിന് അപ്പീൽ നൽകും എന്നതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധി തന്നെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അത്രയേറെ സാക്ഷികൾ, 24 സാക്ഷികൾ കൂറുമാറിയ ഒരു കേസിൽ തെളിവുകൾ, പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളും CCTV ഉൾപ്പെടെയുള്ള ഫുട്ടേജുകളും അനുബന്ധ തെളിവുകളുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തുടക്കം മുതൽ വലിയ വെല്ലുവിളി പ്രോസിക്യൂഷന് നേരിടേണ്ടി വന്നു. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉൾപ്പെടെ മജിസ്ട്രേറ്റിയൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഒരു വിചാരണയുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ തൃപ്തരാണ്. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഇതിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് മേനോൻ വ്യക്തമാക്കിയിട്ടുള്ളത്. SP-യും പോലീസിന്റെ ഭാഗത്തും അവരും വലിയ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ചാരിതാർത്ഥ്യവും ഈ കേസിൽ അവർ പങ്കുവച്ചു. SP പറഞ്ഞത് അത്രയേറെ വെല്ലുവിളികൾ അവർക്കും നേരിട്ടിരുന്നു. സാക്ഷികൾ നിരന്തരം കൂറുമാറുന്ന ഒരു സാഹചര്യത്തിൽ അത്രയേറെ ഇതിൽ ഈ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ SP ഉൾപ്പെടെ ഇതിൽ വ്യക്തമാക്കിയിരുന്നത് ഈ വലിയ ആത്മവിശ്വാസവും ചാരിതാർത്ഥ്യവും അദ്ദേഹം പറയുന്നു. കാരണം നമുക്ക് അദ്ദേഹത്തോടുകൂടി ഒരിക്കൽ പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകുന്നത്. SP-യുടെ പ്രതികരണത്തിലേക്ക് കൂടി പ്രസാദ് കടക്കുന്നു. ഏതായാലും കോടതി വിധിയിൽ തൃപ്തിയില്ല എന്നാണ് മധുവിന്റെ കുടുംബം പ്രതികരിച്ചത്. കൂടുതൽ ശിക്ഷ നൽകുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും മധുവിന്റെ അമ്മ മല്ലി പ്രതികരിച്ചു. നമ്മളോടൊപ്പം മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം നിന്ന സമരസമിതി നേതാവ് മാർസലും ചേരുന്നുണ്ട്. സരസു, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ 14 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? 14 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പേരെ വെറുതെ മധുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് മുൻപ് പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ്, ഇപ്പോൾ ലഭ്യമാകുന്ന പ്രതികരണങ്ങൾ എന്താണ്?
അപർണ, നമ്മളോടൊപ്പം പാലക്കാട് SP വിശ്വനാഥ് ചേരുന്നുണ്ട്. സർ, ഇതിനകത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്ന ഒരു കേസാണ്. ഇപ്പോൾ കേസിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നാളെ ശിക്ഷാവിധി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ, ചാരിതാർത്ഥ്യം തോന്നുന്നൊരു മൊമെന്റാണ്. ഒരുപാട് ടെൻഷനുകൾ കടന്നുപോയ ഒരു കേസാണ്. ഡയറക്ട്ലി ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് അല്ലായിരുന്നെങ്കിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, നല്ല സൂപ്പർവിഷൻ ADGP അജിത് സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ സുബ്രഹ്മണ്യം ചെയ്ത കേസാണ്. സാക്ഷികൾ കൂറുമാറുന്നു, പ്രോസിക്യൂഷന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ ടേൺ അറൗണ്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറെ പബ്ലിക് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഒരു മെസ്സേജ് പൊതുമധ്യത്തിലേക്ക് കൊടുക്കാനുമായിട്ട് നമുക്ക് ആ സമയത്ത് കഴിഞ്ഞു. ഇനി ഇതും കൂടി ആകുമ്പോൾ അതൊരു വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന പോയിന്റാണ്. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടതാണ്, 24 സാക്ഷികളാണ് ഇതിനകത്ത് കൂറുമാറിയത്. പിന്നീടാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം എല്ലാം വരുന്നത്. അതെല്ലാം നടപ്പിലാക്കാൻ അംഗമായ സമിതിയാണ് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതും എല്ലാം. ആ ഒരു ഘട്ടത്തിൽ, അതായത് അന്ന് ഏറ്റവും കൂടുതൽ പോലീസിനെ ആയിരുന്നു പറഞ്ഞിരുന്നത്, അതായത് ഈ കേസ് തോൽക്കാൻ പോകുന്നു എന്നൊരു പ്രചരണം വലിയ തോതിൽ നടന്നിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു? അല്ല, അത് ബോധപൂർവമായിട്ടുള്ള എഫേർട്ടാണ്. കാരണം ഈ കേസിന്റെ പ്രൈമറി ഡിഫൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ പോലീസ് കസ്റ്റഡി ഡെത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിനാക്കം കൂട്ടാനായിട്ട് സാക്ഷികൾ കൂടി കൂറുമാറുമ്പോൾ ഈ സാക്ഷികളെല്ലാം പോലീസ് സ്വാധീനിച്ചിട്ടാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആക്കിക്കൊണ്ടുവരാനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ശ്രമം പൊതു മധ്യത്തിലല്ല. അപ്പം ഇതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മറ്റൊരു ഫോറം സെപ്പറേറ്റ് ആയിട്ടില്ല. സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ, ഇതേ കോടതി സംവിധാനത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് ഒരു വലിയൊരു കാര്യമായിരുന്നു. അത് ഗോഡ്സ് ഗ്രേസ്, അത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയൊക്കെ വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെയധികം പോസിറ്റീവായിട്ട് ആ ബഹുമാനപ്പെട്ട രതീഷ് സാറിന്റെ ജഡ്ജ്മെന്റിനെ എൻഡോഴ്സ് ചെയ്തിരുന്നു, ഓർഡറിനെ എൻഡോഴ്സ് ചെയ്ത് തന്നിരുന്നു. അതൊരു വലിയ തിരിച്ചടിയായി ഡിഫൻസ് ടീമിന് മാറി. അപ്പം സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവൽ വളരെ വല്ലാത്ത രീതിയിൽ ബൂസ്റ്റപ്പായി. അതിനുശേഷം വന്ന നമ്മുടെ ഫോറൻസിക് സർജൻ ടീമാണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ഫോറൻസിക്സിന്റെ ടീമാണെന്നുണ്ടെങ്കിലും IO ഹിംസെൽഫ് ആണെന്നുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 12 ദിവസത്തോളം നീണ്ടുനിന്ന ട്രയൽ പ്രൊസീജിയറിൽ കൂടെയാണ് സുബ്രഹ്മണ്യത്തിന്റെ ഡെയിലി ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ടീം ഡെഡിക്കേറ്റഡ്, വളരെ ചെറുതാണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. സൈലന്റ് ആയിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് നമുക്ക് ചെയ്യാനും കഴിയുള്ളൂ. കാരണം സബ് ജുഡീസ് ആയിട്ടിരിക്കുന്ന മാറ്ററാണ്. ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇന്നലെ വരേക്കും ഈ ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നവിടെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്, ചരിതാർത്ഥം. ഇതിൽ തെളിവുകളെ നോക്കുമ്പോൾ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും CCTV ഫുട്ടേജും എല്ലാമാണ് ഉണ്ടായിരുന്നത്. അത് കോടതിയിലേക്ക് വരുമ്പോൾ, കാരണം നേരത്തെ വരുന്ന മെറ്റീരിയൽ എവിഡൻസിന്റെ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പം അതെങ്ങനെയായിരുന്നു ഇത് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു തുടക്കത്തിൽ തോന്നിയത്? ഇത് സാക്ഷികളുടെ കൂറുമാറ്റത്തിൽ നമുക്ക് കൂറുമാറിയതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തന്നെ കഴിയില്ല. ചിലരൊക്കെ തിരിച്ചു വന്ന് പറഞ്ഞെങ്കിൽ അവരൊന്നും റിലയബിൾ അല്ല എന്നുള്ള രീതിയിൽ വന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ആ ജഡ്ജ് എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ എല്ലാം അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടാണ് ഇവർ കൂറുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ആവിർഭവിക്കുന്നത് വിധിയിൽ ഏത് രീതിയിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട്, ഇത് ന്യായമായിട്ടുള്ള വിറ്റ്നസ്സുകൾ തന്നെയാണ്. പക്ഷേ ഏതോ രീതിയിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് എവിഡൻസിന് കൊടുക്കുന്ന മുൻതൂക്കം കൂടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും 500 പേജിന്റെ ജഡ്ജ്മെന്റ് നാളെ വരും. നമുക്ക് എല്ലാവർക്കും അത് വായിക്കാൻ ഏത് രീതിയിലാണ് റീഡ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്, കേസിന്റെ മൂഡ് തന്നെ മാറ്റാനായിട്ട് നമുക്ക് അയ്യോക്കും ഞങ്ങൾക്കും, ഞാനതിന്റെ ഒരു ചെറിയ ഭാഗമാണ്, എനിക്കും കഴിഞ്ഞു എന്നുള്ളതിന്. ഈ മധുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചാണ്. ഇനിയിപ്പോൾ നാളെ ശിക്ഷ വരാൻ പ്രഖ്യാപിക്കാനിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉള്ള ഭീഷണികളൊക്കെ ഉണ്ടാവും. അത് കണക്കിലെടുത്ത് കൂടുതൽ ദിവസത്തേക്ക് നൽകാനാണോ? തീർച്ചയായിട്ടും. ഇപ്പം നിലവിലുള്ള സുരക്ഷ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊന്നുകൂടി അസസ് ചെയ്യും. മകളി DYSP ഉണ്ട്, അതിനകത്ത് തീർച്ചയായിട്ടും അസസ്മെന്റ് നടക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നിനും തന്നെ ആരും മുതിരേണ്ടതില്ല എന്നുള്ളൊരു താക്കീതാണ് ഒന്നാമതായിട്ട് ജില്ലാ പോലീസ് മേധാവി എന്നുള്ള രീതിയിൽ തരാനുള്ളത്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന വിധിയാണ്. ഇതിനെ ആ രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ അയൺ ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ കൺട്രോളും ചെയ്യും. അപ്പം അത് ഒരു താക്കീന്നുള്ള രീതിയിൽ ജനറൽ. പക്ഷേ മീഡിയയോട് പറയാനുള്ള അത് കൃത്യമായിട്ടുള്ള ടേക്ക് കെയർ അതിനകത്തുണ്ടാവും. നാളെ ഈ വിധി വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ചെറിയ ചിന്തകൾ തന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കണം എന്നുള്ളതാണ് വിധിയാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് മറ്റു കോടതി. 2 ദിവസം മുമ്പ് ഞാൻ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് എന്താണ് ആത്മവിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതി പേപ്പർ സബ്മിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ് തനിക്ക് എന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങയുടെ മനസ്സിലെന്തായിരുന്നു? എന്റെ മനസ്സിൽ ഇന്ന് രാവിലെ 10:45 ചേംബറിൽ കയറുന്നത്. 11 മണിക്ക് അദ്ദേഹം വിധി പറഞ്ഞു തുടങ്ങുന്നവരേക്കും ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് മടിച്ചിരുന്നത്. പലരും വിളിച്ചിരുന്നു, താങ്കൾ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരാൻ മടിച്ചിരുന്നതിനുള്ളൊരു കാരണം അത് തന്നെയാണ്. എന്ത് തന്നെയായാലും ഒരു നിയമ സംവിധാനമാണ്. തെളിവുകളുടെയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വെളിവാകേണ്ട കാര്യങ്ങളാണ്. അതിൽ ഊറ്റം കൊള്ളുന്നതിലോ ഇതിലൊന്നുമല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി വ്യക്തിപരമായിട്ട് മധുവോട് അറ്റാച്ച്മെന്റ് തോന്നാത്തൊരു, എനിക്ക് തോന്നുന്നു ഭൂമുഖത്താരും തന്നെ ഉണ്ടാവില്ല ഫോട്ടോഗ്രാഫ്സും ആ സംഭവങ്ങളും വീഡിയോസും ഒക്കെ കാണുന്നത്.
അപ്പം പേഴ്സണലിയും ഒരു വലിയ ലോസ് ആയി പോയതിനെ അതാണ് ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നം. പേഴ്സണൽ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ആ ദിവസങ്ങളിൽ. പക്ഷേ ടേൺ അറൗണ്ട് ചെയ്ത് വന്നപ്പോൾ വളരെയധികം കോൺഫിഡൻസ് തോന്നിയിരുന്നു. ഉണ്ടായിരുന്നു വിധി വരുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ വരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സെൻറ്റൻസും കൂടി നാളെ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തും. അത് നല്ലത് പ്രതീക്ഷിക്കുന്നു. ഇനി അത് കുറഞ്ഞു പോയാലും നമുക്ക് അതിൻ്റെ പോലീസിന് ആത്മവിശ്വാസവും ചരിതാർത്ഥ്യവും തോന്നുന്ന ഒരു തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ഞങ്ങളെ ആയിരുന്നല്ലോ പ്രതിക്കൂട്ടൽ. അല്ലെങ്കിൽ ഈ കേസ് ഒരു ഡിസംബർ മാസം വരേക്കും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പൂർണ്ണമായിട്ടും പോലീസ് തന്നെയാണ് പ്രതി എന്നുള്ള രീതി മിക്കവാറും മാധ്യമങ്ങളിലും ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അപ്പം അത് മാറി ഒരു പോയിന്റ് എത്തിയപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കണ്ടതാണ്. ആ പോയിന്റ് ഡിസ്കഷൻ പോയിന്റിൽ നിന്ന് മാറി മജിസ്ട്രേറ്റിൽ റിപ്പോർട്ട്സ് എല്ലാം തിരിച്ചു വന്നു. ശക്തമായിട്ടുള്ള ലീഗൽ ഫൈറ്റുകൾ DG പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഹൈക്കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റി. കൂട്ടായിട്ടുള്ള എഫേർട്ട് ഒരുപാടുണ്ട്. CM ഓഫീസ്, DGPയുടെ ഓഫീസ്, ADGP സാറിൻ്റെ ഓഫീസ്, PHQ ബൈ ഇറ്റ്സെൽഫ് എല്ലാത്തിനും. ഇപ്പം വാച്ചർമാരുടെ കൂറുമാറ്റത്തിനൊക്കെ ഞാൻ അന്ന ദിവസം റിപ്പോർട്ട് ചെയ്തു, അന്ന ദിവസം സസ്പെൻഷൻ അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ അതെല്ലാം നമുക്ക് പവർഫുൾ ആയിട്ടുള്ള മെസ്സേജുകളാണ് കൊടുക്കുന്നത്. നോബഡി ഹാസ് ടു പ്ലേ വിത്ത് ദ സിസ്റ്റം എന്നുള്ളത് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊന്ന് കുറച്ച് സമയമായിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് പേരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്? DGP തീർച്ചയായിട്ടും എല്ലാ DGP മുതൽ താഴോട്ടുള്ള ADGP ഹെഡ്ക്വാർട്ടർ വിളിച്ചിരുന്നു, IG മാർ വിളിച്ചിരുന്നു. എല്ലാവർക്കും സന്തോഷവും ഒത്തിരി ഒരു ഭാഗത്ത് ആ ഒരു റിലീഫ് എന്നുള്ള ഒരു ഭാഗം. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ട്രയൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഒരു വർഷം കഴിഞ്ഞ് നിൽക്കുമ്പം വലിയ കേടുപാടുകളില്ല. വലിയ ഉയർന്ന കോടതികളിലേക്ക് പോയാലും പോലീസിന് എഗെയിൻസ്റ്റ് ഉള്ള അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ടും നിരപരാധികളായിട്ടുള്ള കുറേ ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റ് ആണ് ഈ അലിഗേഷൻസ് എല്ലാം വന്ന് ഉയർത്തിയത്. അപ്പം അതെല്ലാം സ്റ്റേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒരു കേസ് അട്ടിമറിക്കാൻ എന്ത് തരം വെല്ലുവിളികൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് തരം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ മറികടക്കാൻ നിയമത്തിൽ തന്നെ സംവിധാനമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കേസ് കൂടിയാണ് മധു കേസ്. നമ്മൾ സിസ്റ്റം നമുക്കത് വേണമെന്ന് വെച്ചാൽ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ എല്ലാ കേസുകൾക്കും ഇതെല്ലാം ബാധകമാവുമെന്ന് ഇത്ര ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നമ്മളാൽ കഴിയുന്ന എല്ലാ ഒന്നും ചിലതൊക്കെ ഒരു ദിവസം വൈകി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ടീമിനെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. ഇപ്പോൾ ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ റിപ്പോർട്ട് 2 ദിവസം വൈകി, കാരണം CDR കാൽക്കുലേറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കി തരാൻ വൈകിയിരുന്നു. അപ്പം കാരണം ഒരു സൈഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു നിമിഷം നമ്മുടെ നിന്ന് വൈകാൻ പാടില്ല എന്നുള്ളൊരു എഫർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ നോക്കുമ്പം സിസ്റ്റത്തിനെ സാബിട്ടൈസ് ചെയ്യാതിരിക്കാനുള്ളതിനുള്ള നടപടികൾ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. ആരും മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആവാതിരിക്കുക എന്നുള്ളതാണ്. പോലീസ് ആണെങ്കിലും പ്രോസിക്യൂഷൻ ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും. ഇതിൽ ജുഡീഷ്യറിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ CRPC 165 പ്രകാരമുള്ള ഇടപെടലുകൾ ഒരുപാട് ജുഡീഷ്യറി തന്നെ ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും. അത്തരത്തിലുള്ള കമ്പൈൻഡ് എഫേർട്ട് എന്നുള്ള പറയാനുള്ളൂ. അതിന് മെയിൻ കാരണം ഇതിന്റെ സോഷ്യൽ കോസ്റ്റും കൂടി ഉണ്ടല്ലോ. ഒരു കമ്മിറ്റ്മെന്റ്. അങ്ങ് വളരെ തൃപ്തിയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ അതിന്റെ സന്തോഷം പോലീസ് സേനയ്ക്ക് ഉണ്ടാകുകയാണ്. ഇപ്പോൾ നേരത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ശിക്ഷ വരികയാണ്, നമുക്ക് അപ്പോൾ കാണാം. എന്തായാലും SP വ്യക്തമാക്കിയതുപോലെ തന്നെ, കാരണം പോലീസ് അത്രയേറെ ആക്ഷേപങ്ങൾ ഈ കേസിൽ കേട്ടിരുന്നു. കാരണം കൂറുമാറിയ സമയത്ത് സാക്ഷികൾക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി പോലീസ് നിൽക്കുന്നതിനുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പോലീസ് കേട്ടതാണ്. അതിനാണ് ഇപ്പോൾ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. റൈറ്റ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകിയത്. നേരത്തെ മധുവിന്റെ അമ്മ മല്ലി പ്രതികരിച്ചത് കോടതി വിധിയിൽ തൃപ്തിയില്ല, കൂടുതൽ ശിക്ഷ നൽകുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമ്മളോടൊപ്പം മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം നിന്ന സമരസമിതി നേതാവ് മാർസനും ചേരുന്നുണ്ട്. സരസു, നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ 14 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? 14 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പേരെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വക്കീലുമായി സംസാരിച്ചതിന് ശേഷം അത് ചെയ്യേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്യും. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് എന്താ 14 പേര് കുറ്റക്കാരെന്ന് കണ്ടത് ശരിയാണ്. എന്നാൽ 2 പേര് അയാളെ ശരിയാവില്ല. ഞാൻ വക്കീൽ പോയി തന്നെ വരുവുള്ളൂ. അപ്പീൽ പോകും. മുഴുവൻ പേരും എല്ലാവരും ശിക്ഷിക്കണം. എല്ലാവരും ചെയ്താൽ തന്നെ ചെയ്യാത്ത ആൾക്കാർ ആരുമില്ല. ഈ ഒട്ടേറെ വെല്ലുവിളികൾ, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ഒട്ടേറെ സംഭവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ആ പ്രദേശത്ത് നിന്ന് തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ വേണ്ടി വന്നു. ഇപ്പൊ ഈ 30-ാം തീയതി കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നൊരു വണ്ടി പോലും കിട്ടാത്ത സാഹചര്യം ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണോ? ഇന്ന് വരുമ്പോഴും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ്? ഇന്ന് വരുമ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. വണ്ടിക്കൊന്നും ഒരു തടസ്സമൊന്നുമില്ലായിരുന്നു. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അതിനൊന്നും ഒരു തടസ്സമില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഭീഷണികളും അവഗണനയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എല്ലാം അനുഭവിച്ചാണ് ഞങ്ങൾ വന്നത്. അത്രയും വിഷമങ്ങൾ അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെ പിന്നെയും വിഷമങ്ങളാണല്ലോ തരുന്നേന്നുള്ളൊരു ചിന്തയും കൂടെ എനിക്ക് തോന്നിത്തുടങ്ങി. മധുവിന് നീതി കിട്ടും എന്ന് തന്നെയാണ്. അപ്പൊ നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? മധുവിനെ ഓർത്തുകൊണ്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? മധുവിന് നീതി കിട്ടും. പക്ഷെ എനിക്കെന്നാലും ഈ രണ്ടുപേര് അവിടുന്ന് മാറ്റിയതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മധുവിന് നീതി കിട്ടി എന്ന് പറയില്ല. അതുവരെ പോരാടും. മാർസിൽ കൂടി ചേരുന്നുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, കാരണം താങ്കൾ ഈ സമരത്തിന്റെ, അതായത് 2018 ഈ സംഭവം നടന്നെങ്കിലും ഇവർക്ക് ഒപ്പം ചേരുന്നത് വളരെ അടുത്ത കാലത്താണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒപ്പം ചേരാൻ തോന്നിയത്? ഇപ്പോൾ ഇതിലേക്ക് ശിക്ഷ വിധിക്കാൻ ഈ ഒരു ദിവസമേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എന്താ പറയുക, നമ്മൾ കഷ്ടപ്പാടും, നമ്മളൊരു മനുഷ്യനാണ്. അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനുഷ്യനാണ്. ആരുമില്ലാത്തവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക കടമ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മധുവിന്റെ ഈ വിഷയം ഈ പ്രോസിക്യൂട്ടർമാർ വരാത്തതിനെ തുടർന്ന് 2022 ജനുവരി 25 മണ്ണാർക്കാട് കോടതി പൊട്ടിത്തെറിച്ച സന്ദർഭത്തിൽ ഞാൻ ഇവരെ വീട്ടിൽ ചെന്ന് കാണുകയും അന്നെൻ്റെ കൂടെ ഇപ്പോഴത്തെ നമ്മുടെ അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ, മുൻ പ്രോസിക്യൂട്ടർ രാജേന്ദ്രൻ വക്കീലും ഒപ്പമുണ്ട്. ചെന്ന് കാണുകയും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രകളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറ്റേ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ ട്രയൽ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ ഞാനും വല്യമ്മയും കൂടി 2022 ജൂൺ മാസം 11 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വല്യമ്മയും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊരു ചിത്രം ഇന്ന് എന്നെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ. പിന്നെ മധുവിൻ്റെ കേസ് എന്ന് പറയുന്നത് മധുവിന് അല്ലെങ്കിൽ കുടുംബത്തിന്റെ പോരാട്ടത്തിന്റെ വിജയം എന്നുള്ള നാളെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി തൊട്ടുപുറകെ മറ്റേ കൂറുമാറിയവരുടെ കേസ് വരികയാണ്. അതുപോലെ ഫോറസ്റ്റിൽ അതിക്രമിച്ച് കിടന്നവരുടെ കേസ് വരികയാണ്. അതുപോലെ മല്യമ്മയെ ഭീഷണിപ്പെടുത്തിയ അബ്ബാസിന്റെ കേസ് വരികയാണ്. അപ്പോൾ അതെല്ലാം ഈ മധുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കാര്യത്തിൽ നമ്മൾ എന്തായാലും അപ്പീൽ പോകും, അല്ലെങ്കിൽ യാതൊരു സംശയം. നാളെ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പരമാവധി 10 വർഷം വരെയാണ് തടവ് എന്നുള്ളതാണ് നിലവിലെ ഈ ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരമാവധി തന്നെ കിട്ടുമെന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? പരമാവധി കിട്ടുമായിരിക്കും. എനിക്ക് അത്രയും പ്രതീക്ഷയോടെ ഞാൻ പറയുന്നില്ല. അതാണ്, അതായത് സരസു പറയുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്ന മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ 2 പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്നാൽ അതിൽ അപ്പീൽ പോകുമെന്നതാണ് മധുവിന്റെ അമ്മയും സഹോദരിയും അതോടൊപ്പം വ്യക്തമാക്കുന്നത്. മാർസനും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലിയെ അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെയുള്ള പരാതികളിൽ നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ കേസുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് നാളത്തെ വിധി കൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോടതി വിധിയിൽ പ്രോസിക്യൂഷൻ തൃപ്തി രേഖപ്പെടുത്തുകയാണ്. അനുകൂല വിധിയാണ് ഉണ്ടായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ പ്രതികരിച്ചു. 13 പ്രതികളുടെ കാര്യത്തിൽ 304 പാർട്ട് 2 ആണ് പറഞ്ഞിട്ടുള്ളത്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണ്. അതിൽ A1 304 ആണ്, പാർട്ട് 2 ആണ് ഉള്ളത്. ബാക്കിയുള്ള പ്രതികൾക്ക് അതിന് കൂടെയായിട്ട് 304 പാർട്ട് 2 പുറമെ ബാക്കിയുള്ള 12ഓളം പ്രതികൾക്ക് 326 ഫൗണ്ട് ഗിൽറ്റി ഉണ്ട്. അതുപോലെ തന്നെ 367 അബ്ഡക്ഷൻ എന്നുള്ള കാര്യത്തിലും ഫൗണ്ട് ഗിൽറ്റി കണ്ടിട്ടുണ്ട് കോടതി. അതുപോലെ അവർക്ക് എതിരെ SC ആക്ടിന്റെ 31D പ്രകാരമുള്ള ഇതിലും അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ശിക്ഷാവിധി നാളെ പറയുള്ളൂ. അപ്പോൾ 10 വർഷമാണ് 304 പാർട്ട് 2 അപ് ടു 10 വർഷം വരെ ആണ് കൊടുക്കാവുന്നത്. 367 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. 326 സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം വരെ കൊടുക്കാവുന്നതാണ്. പക്ഷെ കോടതിയാണ് അതിന്റെ ബാക്കിയുള്ള സർക്കംസ്റ്റാൻസും കൂടി പരിഗണിച്ചുകൊണ്ട് നാളെ ശിക്ഷ എത്രയൊക്കെയാണെന്നുള്ളത് കോടതി പറയും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം തെളിഞ്ഞിട്ടില്ലെന്നും അപ്പീൽ പോകുമെന്നും പ്രതിഭാഗം അഭിഭാഷകനും പ്രതികരിച്ചു. പരമാവധി നീതിപൂർവമായ ഒരു വിധിയാണ് കോടതി നേടിയിട്ടുള്ളത്. അവര് ഇതിലെ റോൾ വളരെ അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ കമ്മിയായിട്ട് കണ്ടിട്ടുള്ളത്. അവർക്ക് 3 വർഷം തടവ് കൊടുത്തുള്ളൂ. 3 മാസം തടവ്. 304 പരമാവധി 10 വർഷം വരെയാണ് കൊടുക്കാവുന്നത്. മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം കൾപ്പബിൾ ഹോമിസൈഡ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ പ്രതിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എല്ലാം മരണപ്പെട്ടിരിക്കുന്നത്. അതാണ് കൾപ്പബിൾ ഹോമിസൈഡ് വെച്ചിരിക്കുന്നത്. 304 വെച്ചിരിക്കുന്നത്. അപ്പോൾ 302 പ്രൂവ് ചെയ്തിട്ടില്ല.
304(2) ആണ് പോകാനായിട്ടില്ല. കോടതി വിധിയെ സർക്കാരും സ്വാഗതം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. ഒരുപക്ഷെ അട്ടിമറിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു കേസ് പ്രധാനപ്പെട്ട പ്രതികളെ മുഴുവൻ തന്നെ കുറ്റവാളികളായി കാണാൻ വേണ്ടി കോടതി കഴിഞ്ഞിട്ടുണ്ട്. ശിക്ഷ എന്താകും എന്നുള്ളത് നാളെയാണ് വിധിക്കുക. എന്തായാലും 16 പ്രതികളിൽ 14 പേരും കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുവിൻ്റെ കുടുംബത്തിനും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാളെ തീർച്ചയായിട്ടും അന്തിമ വിധി വരുമ്പോൾ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ജാഗ്രത ആണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലത്തും സംഭവിക്കുന്ന പോലെ നമുക്ക് ചുറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഉത്തരേന്ത്യൻ ബന്ധങ്ങളാണ്. കാരണം മൊബൈൽ ഫോണിൽ സിം കാർഡ് ഇല്ലെങ്കിൽ പോലും അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന നമ്പറുകളെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു. അത് ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നോയിഡയുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുകൾ ഈ ഡയറിയിൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ കസ്റ്റഡിയിലുണ്ട് എന്ന്, അതായത് പോലീസ് സംശയപ്രകാരം കസ്റ്റഡിയിലെടുത്ത ആളുടെ വെയറബൌട്ട്സ്, ഈ നോയിഡയിലെ ലഭ്യമാകുന്ന വിവരങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ അതിന്റെ ഈ പ്രതിയെന്ന് കരുതുന്ന അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന, ഒരു ക്രോസ് ചെക്കിംഗ്, ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ഒരു സന്ദർശനത്തിന്. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഈ പിടിക്കപ്പെട്ടയാൾ അവിടെ പ്രതിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുക. അത്തരത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടിയാണ് RPF സംഘം ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം, RPF കേരള പോലീസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവിടെയെല്ലാം ആക്സസ് ചെയ്യാൻ കഴിയും. അത്രയും വലിയൊരു നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിനുള്ളിൽ റെയിൽവേ ട്രാക്കിൽ നടന്ന ഈ ഒരു കുറ്റകൃത്യം അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് റെയിൽവേ കാണുന്നത്. കേരള പോലീസും ATSും ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും RPF ഇക്കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഈ അന്വേഷണം വേഗത്തിലാക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്വാഭാവികമായിട്ടും RPF ഭാഗത്തുനിന്ന് നടപടികൾ അത്തരത്തിലാണ് പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഈശ്വര റാവു എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം കോഴിക്കോട് ഉന്നതതല യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമാണ് കേസ് മുന്നോട്ട് പോവുക. അപ്പോൾ പോലീസിന്റെയും RPFന്റെയും ഒരു യോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയവിനിമയം നേരിട്ട് തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് കരുതാം. എന്നാണ് 100+ റിപ്പോർട്ടേഴ്സ്. കോഴിക്കോട് എലത്തൂരിൽ ഓടുന്ന ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും തുടർന്ന് 2 വയസ്സുള്ള കുഞ്ഞടക്കം വീണ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പരിശോധന. റെയിൽവേ സ്പെഷ്യൽ സ്ക്വാഡിന്റെയും UP ATSന്റെയും നേതൃത്വത്തിലാണ് പശ്ചിമ UPയിലെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നത്. കണ്ണൂരിലെത്തിയ RPF IGTM ഈശ്വര റാവു തീയിട്ട ബോഗി പരിശോധിച്ചു. സംശയമുള്ള പലരെയും ചോദ്യം ചെയ്തതായും നിലവിൽ RPFന്റെ കസ്റ്റഡിയിൽ ആരുമില്ലെന്നും ഈശ്വര റാവു പറഞ്ഞു. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. The security gaps are there so that we can installation of CCTVs even at the stations, some more stations. Already we have installed at 12, but now what we noticed is even we need to install even at small stations like Calicut, Palagat, and some stations we at the moment CCTVs are there. We thought that will help us to at least immediately identify and people who are getting in and getting out. Second is even in the coaches also installation of CCTVs, that also is in the pipeline. So now we will expedite that also quickly to do it because of this incident. So apart from that, as you know, because every train escorting is not possible with limited strength. So we will be more emphasized on the technology solutions, especially like CCTVs. And maybe we may install at some places even luggage scanners also, so that any such inflammable liquids if somebody is carrying to find them. But practically you all know because there are more than 100 stations. So at every station keeping a security person may not be possible.
But we will definitely take from this experience, and whatever to be done immediately, we will start processing for those things, so that such incidents doesn't repeat. But at the moment, the first this thing is, as you all know already, a task force has been formed from the state government side, and GRP is investigating that. So whatever assistance they needed from our side, so both as manpower, resources, as well as technology, we are rendering all the assistance to them to nab the accused at the end. Manpower, you also know, even in this Palakkad division, around 200 trains are running. So if you could calculate the manpower required, so probably that may not be feasible forever, especially this is a daytime train. Night time, yes, whatever vulnerability based on the earlier past experience, we are putting the security people in the night time where the crimes are happening. So instead of that, we are trying to find some technology solutions like CCTV, so that at least monitoring can be done. So both at the station as well as in the coach. But in the initial first phase, they said ki all A-class stations, where the slightly bigger stations, we have to put the CCTV. And even in the coaches also nowadays, whichever is the new coaches which are being coming out, they are with the CCTV installation come. But that will take in a very phased manner. Suddenly we can't change all the coaches into that. So these two things now we will expedite and see that as early as possible. In fact, GM sir also told ki the other stations also CCTV installation should start on a war footing. And I am sure we will try to put it at the earliest. These gaps we will try to fill up. കണ്ണൂരിൽ എത്തിയ NIA സംഘവും ട്രെയിൻ പരിശോധിച്ചു. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ADGP MR അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് MR അജിത് കുമാർ പറഞ്ഞു. കേസിന്റെ അന്വേഷണം പ്രിലിമിനറി ലെവൽ സ്റ്റേജിലാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ തരാൻ പറ്റും. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഏജൻസീസാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അവരുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്യും. കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും എടുക്കും. വിവരങ്ങളുമായി CV അനുമോദും അശ്വിൻ വല്ലത്തും നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ഒരു വശത്ത് നടക്കുമ്പോൾ ഈ കേസ് ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്ന നിലപാടിൽ തന്നെയാണോ? അതിൽ കൂടുതൽ സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക്, കൂടുതൽ സൂചനകൾ ഏതെല്ലാം രീതിയിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ? അപർണ, വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നലെ രൂപീകരിച്ച പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യത്തെ യോഗമാണ് ഇപ്പോൾ ഉത്തരമേഖല ADGP ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗം നടക്കുന്നത് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് ഈ കേസിന്റെ മേൽനോട്ട ചുമതലയുള്ളത്. അതേപോലെ തന്നെ P വിക്രമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ഹെഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ ATS DYSP ആയിട്ടുള്ള ബൈജു കെ പൗലോസ് ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. ഈ സംഘത്തിന്റെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പ്രതിയുടെ സാമൂഹിക പശ്ചാത്തലവും പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീകര ബന്ധങ്ങളുണ്ടോ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി നിലവിൽ RPFന്റെ 2 ഉദ്യോഗസ്ഥർ UPയിലേക്ക് പോയിട്ടുണ്ട്. ഇയാൾ UP സ്വദേശിയാണ്. ഷാരൂഖ് സൈഫി എന്നയാൾ UP സ്വദേശിയാണ്. അയാളുടേതെന്ന് സംശയിക്കുന്ന ബാഗാണ് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കിട്ടിയത്. അയാൾ UP സ്വദേശിയാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. നോയിഡ സ്വദേശിയാണ്. അങ്ങനെ ഇയാൾക്ക് വേണ്ടി RPFന്റെ സംഘം നിലവിൽ തന്നെ പോയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെ ഒരു സംഘത്തെ കൂടി അങ്ങോട്ടേക്ക് അയക്കാനുള്ള തീരുമാനം ഈ യോഗത്തിലുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ഇന്ന് തന്നെ ഈ ആരൊക്കെയാണ് പോവേണ്ടതെന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവർ ഇന്ന് തന്നെ പോകും. സംസ്ഥാന പോലീസിന്റേതായിട്ടുള്ള ഒരു സംഘവും ഇന്ന് തന്നെ UPയിലേക്ക് തിരിക്കും. ഈ പ്രതിയുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അതേപോലെ തന്നെ ഇയാളുടെ സാമൂഹ്യ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഇയാൾക്ക് ഏതെങ്കിലും മറ്റ് നിരോധിത സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പലയിടങ്ങളിലും വ്യാപകമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതോടൊപ്പം തന്നെ UPയിലും പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അത് ഇയാൾ കേരളത്തിൽ നിന്ന് വിട്ടു എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് UPയിലും തിരച്ചിൽ ശക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MR അജിത് കുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ATSന്റെ വിവിധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും പോലീസും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇതോടൊപ്പം NIAയുടെ പരിശോധന കൂടെ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ NIAയുടെ സംഘമെത്തി ഈ റെയിൽവേ കോച്ച് പരിശോധിച്ചിട്ടുണ്ട്. റെയിൽവേ കോച്ചിൽ NIA സംഘത്തിന്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടന്നു. മാത്രമല്ല അവർ ഈ ആക്രമണം നടന്ന സ്പോട്ടിൽ എലത്തൂർ സ്റ്റേഷന് പരിസരത്തുള്ള
ആക്രമണം നടന്ന സ്പോട്ടിലും അവർ എത്തുന്നു എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നു. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി തന്നെ NIA സംഘം എലത്തൂരിലേക്ക് എത്തും, അവിടെയും പരിശോധന നടത്തും. പ്രതിയെന്ന് സംശയമുള്ള അല്ലെങ്കിൽ ഈ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് സംശയമുള്ള പലരും കസ്റ്റഡിയിലായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആരും കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘം തയ്യാറാവുന്നില്ല. ഈ ഘട്ടത്തിൽ ആരാണ് കസ്റ്റഡിയിലുള്ളത്, അല്ലെങ്കിൽ പ്രതിയുമായി ബന്ധമുള്ളവരാണോ കസ്റ്റഡിയിലുള്ളത്, ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നതെന്നത് സംബന്ധിച്ചുള്ള യാതൊരു സ്ഥിരീകരണത്തിനും ഇവർ തയ്യാറാവുന്നില്ല. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു അസംഷൻ, ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്, കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. പെട്ടെന്നുള്ള ഒരു വൈകാരിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണമല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെ അന്വേഷണ സംഘം എത്തുന്നു. അതുകൊണ്ട് ആ നിഗമനം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സംഘത്തെ ഈ UP-യിലേക്കും മറ്റും അയക്കുന്നത്. കാരണം പ്രതിയെന്ന് സംശയിക്കുന്ന ഈ ആളുടെ, ഈ ഷാരൂഖ് സൈഫിയുടെ ഈ മറ്റു വെയർഅബൌട്ട്സും അതേപോലെ തന്നെ ഇയാൾക്കുള്ള ബന്ധങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതിന്റെ അത്തരത്തിലുള്ള സൂചനകളാണ് കൂടുതൽ ആളുകളെ UP-യിലേക്ക് അയക്കുന്നു എന്നതിലൂടെ വ്യക്തമാവുന്നത്. ഏതായാലും അന്വേഷണ സംഘം ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണ് എന്നുള്ള നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇപ്പോൾ കോഴിക്കോട് ADGP ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, RPF-ന്റെ പരിശോധന ഒരു വശത്ത് നടക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ദൃക്സാക്ഷികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും വിവരം ശേഖരിക്കലും, ഇതെല്ലാം സംബന്ധിച്ച് ഏതെങ്കിലും പുതിയ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന്? അപർണ, 3 ലെയറുകളായിട്ടാണ് ഈ അന്വേഷണം. സ്റ്റേറ്റ് പോലീസിന്റെ, അതേപോലെ RPF-ന്റെ, ATS-ന്റെ, ഇതെല്ലാം സമഗ്രമായിട്ട് ആണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എലത്തൂർ സ്റ്റേഷനിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് RPF-ന്റെ IG ഈശ്വർ റാവു സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രസക്തമായത് ഇപ്രകാരമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നിലവിൽ ആരും കസ്റ്റഡിയിൽ, RPF-ന്റെ കസ്റ്റഡിയിൽ ആരും തന്നെ ഇല്ല. നിരവധി പേരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത്, സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. കേസിൽ കേരള പോലീസ് തന്നെയാണ് ഈ കേസിൽ അന്വേഷിക്കുന്നത്. RPF അതിന് സഹായമാകുന്നു. കേരള പോലീസ് ഈ കേസിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറമെ UP അടക്കമുള്ള പ്രദേശങ്ങളിൽ, ഈ മേഖലകളിൽ സംശയമുള്ളവരെയെല്ലാം തന്നെ പോലീസ് ATS-ഉം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള രേഖാചിത്രത്തിന്റെയും മറ്റ് പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. പലരെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ATS-ഉം RPF-ഉം അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ബാഗിൽ നിന്ന് കിട്ടിയ കുറിപ്പും മൊബൈൽ ഫോണും തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെയും RPF-ന്റെയും എല്ലാം അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഭീകരപ്രവർത്തനമാണോ അല്ലയോ എന്ന കാര്യം തള്ളിക്കളയാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളുള്ളത്. RPF-ന്റെ നിലപാടും അത്തരത്തിലാണ്. അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഒന്നും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, ഭീകരപ്രവർത്തനമല്ല എന്ന കാര്യം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴെന്നാണ് RPF IG-യും അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് ഈ സംഭവത്തെ കാണുന്നത്. അതിൻ്റെ ഒരു ഗൗരവത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും. ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ച അത് സംഭവിച്ചതിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ, സുരക്ഷാ നിരീക്ഷണ സൗകര്യങ്ങളും മറ്റും ഈ സ്റ്റേഷനിൽ ഏർപ്പാട് ചെയ്യുന്നതിൻ്റെയും തീവണ്ടികളിൽ സജ്ജമാക്കുന്നതിൻ്റെ കാര്യങ്ങളും RPF വിശദമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിൽ RPF-ന്റെ IG ഇപ്പോൾ എലത്തൂരിലെ സന്ദർശനം കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും ഉന്നതതല അന്വേഷണ സംഘത്തിന്റെ യോഗം കൂടി പുരോഗമിക്കുകയാണ്. CV അനുമോദും ഒപ്പം അശ്വൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്. സദേൺ റെയിൽവേ വരുമാനത്തിൽ റെക്കോർഡിട്ട അതേ ദിവസം തന്നെയാണ് എലത്തൂരിൽ യാത്രക്കാർക്ക് നേരെ അക്രമമുണ്ടായത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ട്രെയിൻ യാത്രകൾ എത്രത്തോളം സുരക്ഷിതമാണ്? വൈകുന്നേരമുള്ള അമൃത എക്സ്പ്രസിൽ ന്യൂസ് 18 സംഘം യാത്ര ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. Your attention please. Train number 12626, New Delhi Tiruvanaന്തപുരം Kerala Superfast Express will arrive on സ്ത്രീകളടക്കമുള്ളവർ സുരക്ഷ പ്രതീക്ഷിച്ചാണ് റെയിൽവേയെ ആശ്രയിക്കുന്നത്. എന്നാൽ റെയിൽവേക്ക് ഈ വരുന്ന യാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷയൊരുക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാം.
തിരുവനന്തപുരം സെൻട്രൽ അത്യാവശ്യ പ്ലാറ്റ്ഫോമിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. RPFും കേരള പോലീസിന്റെ റെയിൽവേ വിഭാഗവുമാണ് യാത്രക്കാർക്ക് ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നത്. എന്നാൽ നാമമാത്രമായ ഈ ഫോഴ്സ് എത്രത്തോളം സുരക്ഷ ഒരുക്കുന്നുണ്ട് പരിശോധിക്കാം. ട്രെയിനിലൊക്കെ ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സുരക്ഷാ സംവിധാനം വേണം, അങ്ങനെ ഒരു എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും വേണം. അതിന് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണം. കാരണം ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ഇതിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അപ്പോഴേ ഒരു തിരിഞ്ഞുനോട്ടുണ്ടാവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ യാതൊരു നടപടികളും ഉണ്ടാവാറില്ല. ഏത് സംഭവം പോലെ തന്നെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം പുറത്തുനിന്നൊരു മുകളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ ഒരു നോട്ടം എത്തുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആശങ്കാജനകമാണ്, പേടിയാണ്, ഭീതിയാണ്. വാർത്ത കേട്ടപ്പോൾ തൊട്ട് വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ദിവസം ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കയറിയ ടൈമിൽ ലേഡീസിൽ ബോയ്സ് തമിഴ് എന്തൊക്കെയോ ബോയ്സ് എനിക്കറിയില്ല, അവർ നമ്മൾക്ക് മോശമായിട്ടുള്ള നോട്ടവും അങ്ങനെ. കാരണം അതൊരു ഇൻറ്റേൺസിറ്റി എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ മാത്രമേ നിർത്തത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമുക്ക് വേറെ തരത്തിലുള്ള ഒരു ഇതുമില്ല, വേറെ ആരുമില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ലേഡീസാണ്, ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം കേട്ടില്ല, പിന്നെ അവരത് ഇറങ്ങി. അപ്പം എപ്പോഴും ഒന്നും സേഫ് അല്ല. പിന്നെ ആൾക്കാർ കൂടി ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു പെണ്ണ് മാത്രം, പിന്നെ കൂടുതലും ബോയ്സ് ആണെങ്കിൽ അത് കുറച്ച് കഷ്ടം തന്നെയാണ് രാത്രിയിൽ. സുരക്ഷയ്ക്ക് തീർച്ചയായിട്ടും ക്യാമറ തീർച്ചയായിട്ടും വേണം. ക്യാമറ വെച്ചാൽ കുറച്ചുകൂടെ സേഫായിരിക്കും. ആര് കയറുന്നു, ആര് ഇറങ്ങുന്നു, എന്തൊക്കെ കൊണ്ട് കയറുന്നു. ഒരാളുടെ ലഗേജ് മിസ്സായി പോയാൽ പോലും തീർച്ചയായിട്ടും ഈ ക്യാമറ ഉള്ളത് കൊണ്ട് അവർക്കത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്തല്ലാത്തവർ കയറിയാലും ആരൊക്കെ കയറുന്നു ഇറങ്ങുന്നു, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ക്യാമറ തീർച്ചയായിട്ടും വെക്കണം. CCTVയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം ജനറലില്ല, CCTV സ്ലീപ്പറിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തുവാണ് അതിൻ്റെ പർപ്പസ് എന്തൊന്നും മനസ്സിലാവുന്നില്ല. സ്ലീപ്പറിലുണ്ട്, അതെന്ത് ടിക്കറ്റ് എടുക്കാതെ കയറുന്നവർക്ക് വേണ്ടിയിട്ടാണോ, അല്ലാതെ എന്ത് ജനറലിലാണ് വേണ്ടത്. നമ്മൾ അത്യാവശ്യം സാധാരണക്കാർ പെട്ടെന്ന് ഓടി കയറുന്ന ഒരു സ്ഥലമാണ് ജനറൽ നമ്മുടെ ഇത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ജനറൽ തന്നെയാണ്. വളരെ കുറച്ച് ദൂരം മാത്രം തിരുവനന്തപുരത്ത് നിന്ന് വർക്കല വരെ മാത്രമാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. ഇവിടെ നാമമാത്രമായ സുരക്ഷയാണ് റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. ജനറലിലാണെങ്കിൽ പോലും എല്ലാവരും ഇടിച്ചു കയറി സേഫ്റ്റി ഇല്ല. എല്ലാവരും ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല യാത്ര ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും നിറഞ്ഞ് കുത്തി കയറി വണ്ടി കയറ്റുവാണ്. ബട്ട് 2 പോലീസുകാരുണ്ടായിരുന്നു. ഇത് കണക്ക് തന്നെ അവർ സ്ലീപ്പർ പരിപാടി മാത്രമാണ്. അവർ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. 2 ഫാമിലീസിനെ അവർ ഇറക്കി വിട്ടിട്ട് അവർ ഫാമിലീസ് കയറ്റും. അതായത് ഇവിടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഫുള്ളായി. അതിനുശേഷം അവർ കയറ്റുമെന്ന് ചോദിക്കുന്നത് അവർ ഇങ്ങോട്ട് വരുന്നില്ല. ഇവരിന്ന് ഇറക്കി വിട്ട് അവരെല്ലായിടത്തും പോകും. ബംഗാളികളാണെങ്കിൽ എല്ലാവരും ഇറക്കി വിടുക എന്നിട്ട് ഇവിടെ എന്താണെന്ന് അവർ നോക്കുന്നില്ല, ഇവരെ സേഫ്റ്റി ആകുന്നില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഇന്നലെ കണ്ടത്. ദാരുണമായ ഒരു അക്രമം നടന്ന് 24 മണിക്കൂറുകൾക്കിടയിൽ മാത്രം പകർത്തിയ ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഇത്രത്തോളം മാത്രമാണ് ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷിത യാത്ര പ്രതീക്ഷിച്ചു വരുന്നവർ സ്വയം സുരക്ഷ അവർ തന്നെ കരുതേണ്ടി വരുമെന്ന് ചുരുക്കം. ക്യാമറയ്ക്ക് മുന്നിൽ പറയാത്ത പല ഞെട്ടിക്കുന്ന അനുഭവങ്ങളും ഈ ചെറിയ സമയത്തിനുള്ളിൽ യാത്രക്കാർ നമ്മളോട് പങ്കുവച്ചു. അവർ പറയുന്നത് ശരിയാണെങ്കിൽ വനിതകൾ ഒട്ടും സുരക്ഷിതമല്ലാത്തത് വനിതാ കമ്പാർട്ട്മെന്റിലാണത്രേ. സുരക്ഷിതത്വം ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്.
ജീവനക്കാരുടെ അപര്യാപ്തതയടക്കം സുരക്ഷ നൽകാത്തതിന് പല ന്യായീകരണങ്ങളും ഇവർ നിരത്തും. എന്നാൽ ന്യായീകരണങ്ങളൊന്നും സുരക്ഷയ്ക്ക് പകരമാകില്ല. സുരക്ഷ നൽകിയേ മതിയാകൂ. ക്യാമറാമാൻ അരുൺ പാലോടിനും ഐശ്വര്യ അനിലിനുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ട്രെയിനിൽ പെട്രോൾ ഒഴിച്ചത് അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതായി BJP നേതാവും റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി ചെയർമാനുമായ PK കൃഷ്ണദാസ്. ഇത്തരം പ്രവർത്തനം തീവ്രവാദ സംഘടനകളാണ് നടത്തുന്നത്. വടക്കൻ കേരളത്തിൽ മുൻപും റെയിൽവേ അട്ടിമറി ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. അക്രമി ഏതെങ്കിലും ഒരു യാത്രക്കാരനെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഈ തീവെപ്പ് നടത്തിയിട്ടുള്ളത്. അതായത് നിരപരാധികളായ യാത്രക്കാരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനം സാധാരണ നടത്താറ് തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഏതായാലും കേന്ദ്ര ഏജൻസിയും അതുപോലെ സംസ്ഥാന ഏജൻസികളൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ ഒരു പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ കോഴിക്കോട് തീവണ്ടിയിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷിതത്വം ശക്തിപ്പെടുത്താൻ റെയിൽവേ തീരുമാനമെടുത്തിട്ടുണ്ട്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. അമിക്കസ് ക്യൂറി എസ് രമേശ് ബാബുവിന്റെ വസതിയിലാണ് യോഗം. അരിക്കൊമ്പൻ വരുത്തിയ നാശനഷ്ടങ്ങളും ജനങ്ങളുടെ ദുരിതവും സമിതി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നേരിട്ടെത്തി മനസ്സിലാക്കിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എത്രത്തോളം നിർണായകമാണ് യോഗത്തിന്റെ തീരുമാനം? പ്രത്യേകിച്ച് മിഷൻ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഹർജികളും അതിൽ ഉള്ള തടസ്സവുമെല്ലാം ഏതെല്ലാം രീതിയിൽ പരിശോധിക്കപ്പെടുന്നു എന്നാണ് സൂചനകൾ? അമിക്കസ് ക്യൂറി എസ് രമേശ് ബാബുവിന്റെ വീട്ടിലാണ് യോഗം ചേരുന്നത്. ഹൈക്കോടതി രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയുടെ യോഗം അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ട് യോഗത്തിന്റെ തീരുമാനം നിർണായകമാകുന്നു. ഏതായാലും അരിക്കൊമ്പൻ വരുത്തിയ നാശനഷ്ടങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സമിതി കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിൽ നേരിട്ട് സന്ദർശനം നടത്തി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏത് തീരുമാനത്തിലേക്ക് അമിക്കസ് ക്യൂറി നേതൃത്വത്തിലുള്ള യോഗം കടക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തടസ്സ ഹർജികൾ ഒരു ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ മറുഭാഗത്തും ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടിയാണ് അമിക്കസ് ക്യൂറി എസ് രമേശ് ബാബുവിൻ്റെ വസതിയിൽ ഈ യോഗം ചേരുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായി മാറുന്നു. ഹലോ ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, കേൾക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം നിർണായകമായി മാറുന്നുണ്ട് ഈ യോഗം? പ്രത്യേകിച്ച് മിഷൻ അരിക്കൊമ്പനെതിരെ ഉയർന്ന തടസ്സവാദങ്ങൾ ഒരു വശത്ത്, ജനങ്ങളുടെ പ്രതിസന്ധി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു സാഹചര്യം കൂടി ഇരിക്കുന്നു. എത്രത്തോളം നിർണായകമായിരിക്കും ഈ യോഗത്തിൽ ഉയരുന്ന തീരുമാനം? യോഗം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി മാത്രമേ യോഗം സമാപിക്കുകയുള്ളൂ. അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് രമേശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയുടെ യോഗമാണ് രാവിലെ മുതൽ തുടങ്ങിയത്. ഇത് വൈകിട്ട് അവർ സമർപ്പിക്കേണ്ടത്, നാളെയാണ് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മൂന്നാർ, ഇടുക്കി മേഖലകളിൽ പ്രത്യേകിച്ച് ഈ അരിക്കൊമ്പൻ്റെ കൂടുതലായിട്ട് വിഷയങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ സന്ദർശിച്ചിരുന്നു. പക്ഷേ ഇടുക്കി സിങ്ക് കണ്ടത്തും അതോടൊപ്പം തന്നെ 300 കോളനിയും ഈ ഭാഗങ്ങളിലൊന്നും സന്ദർശനം നടത്താൻ സാധിച്ചിരുന്നില്ല. മറ്റിടങ്ങളിലെ ജനങ്ങളുമായിട്ട് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ നാളെ സമർപ്പിക്കേണ്ടത്. ഇതിൽ നേരത്തെയും ഹൈക്കോടതി ചോദിച്ച പോലെ ഇത് ഈ കൊമ്പനെ മാറ്റിയാൽ മറ്റൊന്ന് എത്തുകയില്ലേ എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മൃഗത്തിന് അതിൻ്റേതായ ഒരു അവകാശങ്ങൾ ഉറപ്പിക്കുന്നത് പോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിലേക്ക് അടക്കം നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഇവിടേക്ക് കോടനാട്ടേക്ക് എത്തിക്കുക, അരിക്കൊമ്പനെ പിടികൂടി കോടനാട്ട് എത്തിക്കുക, ചട്ടം പഠിപ്പിക്കുക, ആ രീതിയിലേക്ക് ആയിരിക്കില്ല
എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച വനത്തിലേക്ക് തന്നെ തുറന്നു വിടുക, അത് ഏത് മേഖലയിൽ എന്നതാണ് ഇനിയുള്ള അവശേഷിക്കുന്ന പ്രശ്നം. അപ്പോൾ അത് ഇന്ന് ഈ സമിതി അംഗങ്ങളിൽ വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുണ്ട്. അവരോടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം അതിൽ ഒരു പ്രതിവിധി ഉണ്ടാകും. ഈ റിപ്പോർട്ടായിരിക്കും ഹൈക്കോടതിയിൽ നൽകുക. എന്തായാലും നാളെ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് നൽകും. അതിനനുസരിച്ചായിരിക്കും അരിക്കൊമ്പനെ എങ്ങനെ പിടികൂടി അതിനെ വനമേഖലയിൽ തുറന്നു വിടുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിൽ ഇടുക്കി സിംഗുകണ്ടത്തെ ജനകീയ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നാട്ടുകാർ. അരിക്കൊമ്പന്റെ ആക്രമണം തുടർച്ചയായ സാഹചര്യത്തിൽ കുങ്കിയാനത്താവളം മാറ്റുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ സന്ദർശിച്ചിരുന്നു. 5-ന് കോടതിയിൽ റിപ്പോർട്ടെത്തും. സിംഗുകണ്ടത്ത് നടക്കുന്ന ജനകീയ സമരം തുടരുകയാണ്. റിപ്പോർട്ട് അനുകൂലമാകുമെന്നും അപകടകാരിയായ അരിക്കൊമ്പനെ പിടിച്ചുമാറ്റാൻ നടപടി ഉണ്ടാകുമെന്നുമാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ചീഫ് ജസ്റ്റിസ് കേസിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് 60ഓളം കർഷക സംഘടനകളും ഹർജി സമർപ്പിക്കും. വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ സമയത്തെടുത്ത തീരുമാനം വളരെ നിരാശാജനകമായ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മനുഷ്യജീവനേക്കാളും വില കൽപ്പിച്ചത് വന്യമൃഗങ്ങൾക്കാണ്, വിശേഷിച്ചും മനുഷ്യന്റെ ജീവൻ കവർന്നെടുത്ത ആനയ്ക്കാണ്. ചിന്നക്കനാലിലെ കുങ്കി ആനത്താവളത്തിലേക്ക് തുടർച്ചയായി അരിക്കൊമ്പൻ കടന്നുകയറാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കുങ്കി ആനത്താവളം സമീപ മേഖലയിലേക്ക് മാറ്റുന്നതും ആലോചനയിലുണ്ട്. ആനയിറങ്കൽ ജലാശയത്തോട് ചേർന്ന് കുങ്കി ആനകളെ കുളിപ്പിക്കുന്നതിനും താമസിപ്പിക്കുന്നതിനും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനാണ് ശ്രമം. രാത്രിയും പകലും മാറാതെ 5ാം ദിവസവും സിംഗുകണ്ടക്കാരുടെ സമരം തുടരുകയാണ്. ഒരേ ഒരു ലക്ഷ്യം മാത്രം, അരിക്കൊമ്പനെ പിടിച്ചു മാറ്റണം, സ്വന്തം കൃഷിഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കണം. കോടതി വിധി അനുകൂലമാകുന്ന പ്രതീക്ഷയിലാണിവർ. സിംഗുകണ്ടത്തിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. തൃശൂർ ആതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആനകൾ തമ്പടിച്ചു. ഇന്നലെ രാത്രി മതിൽക്കെട്ടിനകത്ത് എത്തിയ ആനകൾ രാവിലെ പ്ലാന്റേഷൻ മേഖലയിലേക്ക് കടന്നു. വിവാദങ്ങൾ തുടരുന്നതിനിടെ KPCCയുടെ സമ്പൂർണ്ണ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഈ മാസം 11-ന് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നൽകുന്ന സ്വീകരണമാണ് മുഖ്യ അജണ്ട. അതിനിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC ഓഫീസിലുണ്ടായ കയ്യാങ്കളിയിൽ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷിനെ കുറ്റപ്പെടുത്തി DCC റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, വിവരങ്ങളിലേക്ക്. അപർണ, നേതൃയോഗത്തിൽ വലിയ വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെയും ശശി തരൂർ MPക്കെതിരെയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ശശി തരൂർ MP പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള വിമർശനം യോഗത്തിൽ ഉയർന്നു. തരൂരിനെ നിരന്തരമായി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു. തരൂരിനെതിരെ അത്തപ്പൂക്കളത്തിൽ നായ കയറിയതുപോലെയാണ് കോൺഗ്രസിന്റെ പല പരിപാടികളും അവസാനിക്കുന്നതെന്ന് PJ കുര്യൻ വിമർശിച്ചു. എത്ര നന്നായി സംഘടിപ്പിച്ചാലും അവസാനം നേതാക്കൾ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു. കൂടാതെ എത്ര സ്വാധീനമുള്ള ആളായാലും ശശി തരൂരിൻ്റെ ഈ പാർട്ടി അച്ചടക്ക രേഖ മറികടക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല. KPCC പ്രസിഡന്റ് ശശി തരൂരിനെ നേരിട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും PJ കുര്യൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നേതൃത്വത്തിനെതിരെ വിമർശിച്ചു. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ അച്ചടക്ക ലംഘനം നിരന്തരമായി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും തിരുവഞ്ചൂർ ചോദിച്ചു. കൂടാതെ ശശി തരൂരിനെതിരെയാണ് കൂടുതൽ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ശശി തരൂർ നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് ജോൺസൺ എബ്രഹാമും വിമർശിച്ചു. ഗ്രൂപ്പ് നേതാക്കൾ പുനഃസംഘടനയ്ക്ക് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം PJ കുര്യൻ ഉന്നയിച്ചു. കൂടാതെ ഗ്രൂപ്പിന് വിധേയമായി പ്രവർത്തിക്കാനാണ്
KPCC പ്രസിഡന്റിന് AICC ഡേറ്റ് നൽകിയത്. പക്ഷേ അത് മനസ്സിലാക്കാതെ ഗ്രൂപ്പ് നേതാക്കൾ പുനഃസംഘടനയ്ക്ക് തടസ്സം നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് അംഗീകരിക്കാനാകില്ല എന്നും PJ കുര്യൻ യോഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ യോഗം ഉച്ചയ്ക്ക് ശേഷവും തുടരും. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. വലിയ വിമർശനം, പ്രധാന അജണ്ട ഈ മാസം 11-ന് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ പുതിയ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് 138 രൂപ ചലഞ്ച് അത് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളും ഇന്നത്തെ യോഗം ആലോചിക്കുന്നുണ്ട്. ഇതിനിടെയാണ് കക്ഷി തരൂരിനെതിരെയും നേതൃത്വത്തിനെതിരെയും വിവിധ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ചിലർ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നതെന്ന് കെ മുരളീധരൻ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം പ്രചാരവേലകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കും. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പോലെ BJPയിൽ ചേർന്ന് ലഭിക്കുന്ന കേന്ദ്ര മന്ത്രിസ്ഥാനത്തെക്കാൾ തനിക്ക് അഭിമാനം സാധാരണ കോൺഗ്രസ് പ്രവർത്തനാകുന്നതാണെന്നും കെ മുരളീധരൻ FB പോസ്റ്റിൽ കുറിച്ചു. KSRTC മാനേജ്മെന്റിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. മാനേജ്മെന്റ് ചുമതലകൾ വികേന്ദ്രീകരിക്കുന്നത് നടപ്പിലായില്ല. മേഖലാ തലത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയ ആളുകൾ തലപ്പത്തുണ്ടാവണം. പറയുമ്പോൾ മാത്രം യോജിച്ചാൽ പോരാ, പ്രവൃത്തിയിൽ വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാം ഉദ്ദേശിച്ച രീതിയിൽ പ്രാവർത്തികമായിട്ടില്ല. അത് മാനേജ്മെന്റ് തലത്തിൽ, മേഖലാ തലത്തിൽ ആവശ്യമായ അധികാരങ്ങളോടെ നമ്മുടെ കേന്ദ്രീകൃതമായി നിൽക്കുന്ന അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് നൽകണമെന്ന് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ചില ശീലങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ സ്വാഭാവികമായി ചില വിഷമങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായി ഏറെക്കുറെ കേന്ദ്രീകൃത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമികാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗം ഇന്ന് 5ാം ദിനത്തിലേക്ക്. കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതരാണ് യാഗത്തിന്റെ ഭാഗമായുള്ളത്. ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ കൈലാസപുരി ഇന്നും ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകും. മംഗളഗണപതി പൂജയോടെയാണ് ഇന്നത്തെ യാഗത്തുടർച്ച. ചതുർവേദ പാരായണവും നവഗ്രഹയാഗവും ഹോമങ്ങളും ദീപാരാധനയും പ്രപഞ്ചയാഗത്തിന്റെ പുണ്യമായി ഇന്ന് നിറയും. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസം അക്ഷരദേവതാ പൂജ ക്ഷേത്രത്തിൽ നടന്നു. ശിവലിംഗ ദീപാരാധനയ്ക്ക് ശ്രീ കൈലാസപുരി കാർമ്മികത്വം വഹിച്ചു. യാഗം തുടരുന്നതിനിടെ അനുദിനം ഭക്തജനത്തിരക്ക് ഏറുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല ക്ഷേത്ര ദർശനം നടത്തും. സമീപ ക്ഷേത്രങ്ങളിലെ പുരോഹിതരെയും ഭാരവാഹികളെയും ആദരിക്കുന്ന ചടങ്ങുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. പനങ്ങാട് ചേപ്പനത്താണ് സംഭവം. ഭാര്യയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ CPM അതിക്രമം. കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമം. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കുന്നതിനിടെ തട്ടുകട ഉടമയും ഡിവൈഎഫ്ഐ നേതാവും തമ്മിൽ തർക്കമുണ്ടായി. സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുപോയി ഡിവൈഎഫ്ഐ നേതാവിനെ വിടണമെന്നാവശ്യപ്പെട്ടാണ് പേട്ട ബ്രാഞ്ച് സെക്രട്ടറി രതീഷിന്റെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകർ സ്റ്റേഷനിലെത്തിയത്. തട്ടുകട ഉടമ പരാതിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാവിനെ വിട്ടയച്ചു. അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതിനും രതീഷ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ട്വിറ്ററിന്റെ മുഖമുദ്രയായിരുന്ന നീലപക്ഷി ലോഗോ മാറ്റി CEO ഇലോൺ മസ്ക്. ഡോഗി കോയിൻ ക്രിപ്റ്റോ കറൻസിയുടെ മീമായ നായയാണ് ഇനി മുതൽ ട്വിറ്ററിന്റെ ലോഗോ. ഷിബ ഇനു എന്ന നായയുടെ മുഖമാണ് ഡെസ്ക്ടോപ്പ് പതിപ്പിലെ ലോഗോയ്ക്ക് നൽകിയത്. ഡെസ്ക്ടോപ്പ് വെർഷനിൽ ഈ മാറ്റം നിലവിൽ വന്നിട്ടുണ്ട്.
പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. നമസ്കാരം.